അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇന്ന് നമ്മൾ റവയും മൈദയും വെച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1.5 കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യത്തിന് ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പ്, 1/2 ടീസ്പൂണ് സോഡാപ്പൊടി, പിന്നെ നമ്മുടെ സ്വന്തം ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂണ്. ഇനി ഇതിലോട്ട് ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റൂട്ട. വൈകുന്നേരം നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചെറിയ രീതിയിലൊന്ന് അരച്ചാൽ മതി കേട്ടോ, നന്നായിട്ടൊന്നും അരക്കണ്ട. അപ്പോൾ അത് അരപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഈ പാത്രത്തിലോട്ട് തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ ലൂസായി വരണം കേട്ടോ. നല്ല കട്ടിയും വേണ്ട, നല്ല ലൂസും വേണ്ട. ഇനി ഇതൊരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമ്മളൊരു ചട്ടിയിലോട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ഗ്ലാസ്സിൽ ഇത് ഒഴിച്ചിട്ട് പാകത്തിനുള്ള അളവിൽ ഇതൊന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. ഒഴിച്ചു കൊടുത്ത് അതേപോലെ ഒന്ന് പൊങ്ങി വരും. തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഫസ്റ്റ് തീ നന്നായിട്ട് ചൂടായി വന്നാൽ പിന്നെ തീ കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഉള്ളിൽ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇതാണ്ടാ, ഇഷ്ടപ്പെട്ട ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എത്രയുള്ളൂ. ശരി, ബൈ.